സർവീസിന് പോകുമ്പോൾ അന്ന് കിട്ടുന്ന ശമ്പളം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന 700 രൂപയാണ്. അന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് 80 രൂപയാണ് സ്റ്റാർട്ടിങ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് 80 രൂപ ശമ്പളമാണ്. രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് നിന്നാലും ഉച്ച മുതൽ ഈവനിങ് വരെ നിന്നാലും. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് ഈവൻ്റ് ഓരോ കാറ്റഗറി ടീമിനും ഞങ്ങൾ പോയി വർക്ക്സ് ചെയ്ത് ഏകദേശം 2013-14 വരെ ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ ബേസിക്കലി കേരളത്തിൽ ഞാൻ പേരുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നമ്മുടേതായ ബ്രാൻഡ് ചെയ്തെടുക്കണം. അതാണ് ഇപ്പോൾ ഉള്ള യുവാക്കളടുത്ത് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അതിൻ്റെയും ഇതിൻ്റെയും ഒന്നും ബാക്കിൽ നിന്ന് പോകാതെ നമ്മൾ നമ്മുടേതായ ബ്രാൻഡ് ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്. അത് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടണമെന്നില്ല, പക്ഷേ സമാധാനവും നമ്മുടെ ഇഷ്ടപ്പെടുന്നൊരു പ്രൊഫഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹവും സന്തോഷവും സമാധാനവും നല്ല രീതിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാനും നമുക്ക് അതുകൊണ്ട് കഴിയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് വിജയം. നമ്മുടെ വിജയം അങ്ങനെ തന്നെയാണ് നമ്മളിത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം 2013-14 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള ടീംസിന്റെ കൂടെ ഞങ്ങൾ സർവീസ് മാത്രമായിട്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും വേണം എന്ന് തുടങ്ങിയിട്ടാണ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ഫ്രണ്ട് സർക്കിളിലും കുറച്ച് എമൗണ്ട്സ് എല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ഒരു ക്ലോത്ത് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. LZ ഫാഷൻ ഹബ് എന്നാണ് അതിൻ്റെ പേര്. അതും ഈ വരുന്ന കണിയാപുരം കഠിനകുളം പള്ളിവാട എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമ്മളത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അത് കുറച്ചാൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പഠിത്തം ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കാരണം ബിസിനസ്സിലേക്ക് ഇറങ്ങി. സത്യമാണ്. കാരണം അതിനോട് ഇഷ്ടം വന്ന് നമുക്ക് രണ്ടും കൂടെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു.